Dear students, welcome to Learner's World. In this video, I'm going to talk about questions and answers of the poem I Have a Broom by Zai Youngmin, Kaleidoscope, first semester, Calcutta University, Common English. In our previous video, we discussed about short answer questions. What is the significance of the title I Have a Broom? I Have a Broom എന്ന് പറഞ്ഞിട്ടുള്ള ആ പോയത്തിൻ്റെ ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ് പ്രസക്തി എത്രത്തോളമുണ്ട്. ടൈറ്റിൽ ഓഫ് ദ പോം ഐ ഹാവ് എ ബ്രൂം ഈസ് വെരി സിഗ്നിഫിക്കൻറ്റ്. ദ ബ്രൂം ഈസ് എ ടൂൾ ഓഫ് എംപവർമെൻറ്റ്, സെൽഫ് എക്സ്പ്രഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച്. അപ്പോൾ ഇതിൻ്റെ ടൈറ്റിൽ ഐ ഹാവ് എ ബ്രൂം എന്ന് പറയുന്നത് വളരെയധികം പ്രസക്തിയുള്ള ഒരു ടൈറ്റിലാണ്. ബ്രൂം എന്ന് പറയുന്നത് എംപവർമെൻറ്റിൻ്റെ ടൂളാണ്, അത് ശാക്തീകരണത്തിൻ്റെ ടൂളാണ്. അതുപോലെ സെൽഫ് എക്സ്പ്രഷൻ, സോഷ്യൽ ചേഞ്ച്, ഇതിനൊക്കെയുള്ള ഒരു ടൂളാണ്. പോയറ്റ് സേസ് ഷീ ഹാസ് എ ബ്രൂം ആൻഡ് ദെർബൈ എ കളർഫുൾ ലൈഫ്, ഫ്രഷ് എയർ ആൻഡ് ഹെർ ഓൺ പാത്ത്. അപ്പോൾ പോയറ്റ് പറയുന്നുണ്ട് അവൾക്ക് സ്വന്തമായിട്ട് ഒരു ബ്രൂമുണ്ട്, അവൾക്കതിലൂടെ, അതായത് അവൾക്ക് നല്ലൊരു ജോലിയുണ്ട്, അപ്പോൾ അതിലൂടെ അവൾക്ക് നല്ലൊരു കളർഫുൾ ലൈഫ്, അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ അവൾക്ക് കഴിയുന്നുണ്ട്. ഷീ ക്യാൻ സ്വീപ്പ് അവേ ഓൾ ദി ഗാർബേജ് ഇൻ ദ സ്ട്രീറ്റ് ആസ് വെൽ ആസ് ഇൻ പീപ്പിൾസ് മൈൻഡ് വിത്ത് കറേജ് ആൻഡ് കോൺഫിഡൻസ്. ഷീ ക്യാൻ റിമൂവ് ദ പെയിൻ wrinkles ഓഫ് ഹെർ മദേഴ്സ് ബ്ലെസ്സിങ്സ്. ഷീ ക്യാൻ ബ്രാൻഡിഷ് എ ബ്രൂം ലൈക്ക് എ വെപ്പൺ. അതായത് അവൾക്ക് അവളുടെ ബ്രൂം ഉപയോഗിച്ചുകൊണ്ട് അതായത് സ്ട്രീറ്റ് ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, ആളുകളുടെ മനസ്സിലുള്ള അഴുക്കുകൾ ഇല്ലാതാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ അവളുടെ അമ്മയുടെ ആ ഒരു പെയിൻ റിങ്കിൾസ് അവൾക്ക് ഇല്ലാതാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അവൾക്ക് ഒരു സ്വന്തമായിട്ട് ഒരു ബ്രൂം, ഒരു വെപ്പണായിട്ട് അവളുടെ കയ്യിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഐ ഹാവ് എ ബ്രൂം എന്ന് പറയുന്നത് വളരെ പ്രസക്തിയുള്ള ഒരു ടൈറ്റിലാണ്. നെക്സ്റ്റ്, കമൻറ്റ് ഓൺ ദ ഇമാജിനറി എംപ്ലോയ്ഡ് ഇൻ ദ പോം. ഈ ഒരു പോയത്തിൽ ഐ ഹാവ് എ ബ്രൂം എന്ന് പറഞ്ഞിട്ടുള്ള പോയത്തിൽ ഇമാജിനറി, പോയറ്റ് യൂസ് ചെയ്തിരിക്കുന്ന ഇമാജിനറിനെ കുറിച്ചിട്ട് കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഐ ഹാവ് ബ്രൂം ബൈ Zai Youngmin uses several images. The broom symbolizes a weapon and a tool of empowerment, self-expression and social change. The images of the mirror reflects the truth behind the mildness of a mother's brows. The broom has given her courage, identity and familial roots. അപ്പോൾ ഇതിൽ ഒരുപാട് ഇമാജിനറി യൂസ് ചെയ്തിട്ടുണ്ട്. ബ്രൂം എന്ന് പറയുന്നത് എംപവർമെൻറ്റിൻ്റെ ഒരു ടൂളായിട്ട് സിംബലൈസ് ചെയ്യുന്നുണ്ട്. സെൽഫ് എക്സ്പ്രഷൻ, സോഷ്യൽ ചേഞ്ചിൻ്റെ ഒക്കെ ഒരു ടൂളായിട്ട് ബ്രൂം എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. മിറർ എന്ന് പറയുന്നത് ഒരു ഇമാജിനറിയാണ്, അത് ട്രൂത്തിനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതുപോലെ ബ്രൂം എന്ന് പറയുന്നത് ആ ഒരു പെൺകുട്ടിക്ക് കറേജ്, ഐഡൻറ്റിറ്റി, ഇതൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഇമേജറി ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, കമൻറ്റ് ഓൺ ദ സ്റ്റൈൽ ആൻഡ് ലാംഗ്വേജ് ഓഫ് ദ പോം. ഈ ഒരു പോയത്തിൻ്റെ സ്റ്റൈൽ ആൻഡ് ലാംഗ്വേജിനെ കുറിച്ച് കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ പോയറ്റ് യൂസസ് സിമ്പിൾ ലാംഗ്വേജ് ആൻഡ് ഡയറക്റ്റ് സ്റ്റൈൽ ഓഫ് പ്രോസ്. ഷീ യൂസസ് ബ്രൂം ആസ് എ സിമ്പിൾ ഓഫ് എംപവർമെൻറ്റ്, സെൽഫ് എക്സ്പ്രഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച്. ഷീ യൂസസ് ദ ഇമേജ് ഓഫ് മിറർ, മദേഴ്സ് ഐസ് ആൻഡ് wrinkles, the street and more embrace. The speaker of the poem assert their ownership of the broom, thereby simultaneously learning into traditional gender roles and also challenging the assumptions associated with it. വളരെ സിമ്പിൾ ലാംഗ്വേജ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്, ഓർഡിനറി ലാംഗ്വേജ് ആണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന തരത്തിലാണ്. ഇതിൻ്റെ സ്റ്റൈലും ഒരു ഡിറക്റ്റ് സ്റ്റൈലാണ്, ഒരു പ്രോസിൻ്റെ സ്റ്റൈലാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ 300 വേർഡ്സ്. ലോങ് എസ്സേ ആണ്. ലോങ് എസ്സേ എഴുതുമ്പോൾ അതൊരു ഇൻട്രൊഡക്ഷൻ പാർട്ട് വേണം, ദെൻ മിനിമം 3 ബോഡി പാരഗ്രാഫ്, ദെൻ കൺക്ലൂഷൻ. എക്സാമിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വർക്ക് ആൻഡ് പേഴ്സണൽ ഓട്ടോണമി ആസ് എക്സ്പ്രസ്ഡ് ഇൻ ദ പോം ഐ ഹാവ് എ ബ്രൂം. അപ്പോൾ ഐ ഹാവ് എ ബ്രൂം എന്ന് പറഞ്ഞിട്ടുള്ള പോയത്തിൽ വർക്കും പേഴ്സണൽ ഓട്ടോണമിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് എക്സാമിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഐ ഹാവ് എ ബ്രൂം ബൈ Zai Youngmin എക്സ്പ്ലോർ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വർക്ക് ആൻഡ് പേഴ്സണൽ ഓട്ടോണമി. ദ ബ്രൂം ഇസ് എ ടൂൾ ഓഫ് എംപവർമെൻറ്റ്, സെൽഫ് എക്സ്പ്രഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച്. വർക്ക് ബിക്കംസ് മീൻസ് ടു ക്ലെയിം കൺട്രോൾ ഓഫ് വൺസ് ഓൺ ലൈഫ്, എ ഡിഫെൻസ് അഗെയിൻസ്റ്റ് റിഡിക്യൂൾ ആൻഡ് എ ടൂൾ ടു ക്ലീൻ ദ ഫിൽത്ത് ലിറ്ററലി ആൻഡ് മെറ്റഫറിക്കലി. അപ്പോൾ ഐ ഹാവ് എ ബ്രൂം എന്ന് പറയുന്നത് ആ ഒരു പോയത്തിൽ വർക്കും പേഴ്സണൽ ഓട്ടോണമിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇതിൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ബ്രൂം എന്ന് പറയുന്നത് ശാക്തീകരണത്തിൻ്റെയും സോഷ്യൽ ചേഞ്ചിൻ്റെയും ഒക്കെ ഒരു ടൂളായിട്ടാണ് ഇതിൽ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ വർക്ക്
ഒരു ജോലി എന്ന് പറയുന്നത്, ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ജോലി എന്ന് പറയുന്നത് അവൾക്ക് അവളുടെ ലൈഫിനെ അവൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം, ഒരു ഫ്രീഡമാണ് വർക്ക് എന്ന് പറയുന്നത്. അതുപോലെ അവൾക്ക് സമൂഹത്തിൽ കിട്ടുന്ന ഒരു ഐഡൻറ്റിറ്റിയാണ് വർക്ക്. അതുപോലെ സമൂഹത്തിൽ നിന്ന്, അതുപോലെ ഫാമിലി അതുപോലെ റിലേറ്റീവ്സിൽ നിന്നൊക്കെ നേരിടേണ്ടി വരുന്ന റിഡിക്യൂൾ, പരിഹാസങ്ങളും ഇതിൽ നിന്നൊക്കെയുള്ളൊരു മുക്തിയാണ് അവളെ സംബന്ധിച്ചോളം വർക്ക് എന്ന് പറയുന്നത്. The poet says that she has a broom. When she holds the broom in her hand, she feels that she has a colorful life, fresh air and her own path. പോയിറ്റ് ഇതിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട് അവൾക്ക് സ്വന്തമായിട്ടൊരു ബ്രൂമുണ്ട്. ആ ഒരു ബ്രൂം അവൾ എന്തിനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്? അവൾക്കൊരു നല്ലൊരു കളർഫുൾ ലൈഫിനെയാണ് അതായത് അവൾക്കൊരു വർക്ക്, അവളുടെ ആ ഒരു ജോലിയിലൂടെ അവൾക്കൊരു കളർഫുൾ ലൈഫ് ഉണ്ടാകുന്നുണ്ട്. അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവൾക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ട്. The broom helps her to ignore neighbors' ridicule and obstruction of relatives and friends. Now she has work, so she feels confidence with her broom. She can sweep away today's and yesterday's garbage, the filth in the streets and the people's mind as well. അതുപോലെ ബ്രൂം, അതായത് വർക്ക് അവൾക്ക് റിലേറ്റീവ്സിൻ്റെ, നെയ്ബേഴ്സിൻ്റെ റിഡിക്യൂൾ, അവരുടെ ആ ഒരു കളിയാക്കലുകളും പരിഹാസങ്ങളും ഇതിൽ നിന്നെല്ലാം അവൾക്ക് മുക്തി കിട്ടുന്നുണ്ട്, അവൾക്ക് കോൺഫിഡൻറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ അവൾ ഇന്നലത്തെയും ഇന്നത്തെയും ഒക്കെ ഗാർബേജസ്, വേസ്റ്റുകളൊക്കെ അവർ വൃത്തിയാക്കുന്നുണ്ട്, ആളുകളുടെ മനസ്സിലുള്ള അഴുക്കുകൾ ഇല്ലാതാക്കുന്നുണ്ട്. Putting on her new work clothes, the poet looks in the mirror. She understands the reason for the mildness of her mother's eyes. Now she does not have to cast perplexed looks into the street and the colors of billboards. അങ്ങനെ അവളുടെ ആ ഒരു ജോലിയുടെ ആ ഒരു കുപ്പായം, ആ ഒരു യൂണിഫോം അണിഞ്ഞ് മിററിലേക്ക് നോക്കുമ്പോൾ അവൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. അവൾ മനസ്സിലാക്കുകയാണ് അവളുടെ അമ്മയുടെ കണ്ണിലുള്ള ആ ഒരു പെയിൻഫുള്ളായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഇല്ല എന്നവൾ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ അവൾ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ സ്ട്രീറ്റിലെ ബിൽ ബോർഡ്സൊക്കെ നേരെ നിന്ന് നോക്കാം, എനിക്കിപ്പോൾ നല്ല കറേജ് ഉണ്ട്, എനിക്കിപ്പോൾ നല്ല കോൺഫിഡൻ്റ് ഉണ്ട്, കാരണം എനിക്കൊരു ജോലിയുണ്ട്, ഐ ഹാവ് എ ബ്രൂം എന്നാണ് പറയുന്നത്. ഷി ക്യാൻ റിമൂവ് ദ പെയിൻ റിങ്കിൾസ് ഓഫ് ഹർ മദേഴ്സ് ബ്രോസ് വിത്ത് കറേജ് ആൻഡ് കോൺഫിഡൻസ്. വിത്ത് മദേഴ്സ് ബ്ലെസ്സിങ് ഷി ക്യാൻ ബ്രാൻഡിഷ് എ ബ്രൂം. ഷി ക്യാൻ മൂവ് ഓൺ catching the morning breeze. When she looks back at the distance that she has covered, she can state that she has cleared of filth. Also the human mind's cleared of filth. പിന്നീട് ഈ ഒരു അതായത് ബ്രൂം മീൻസ് വർക്ക്, അവളുടെ ആ ഒരു വർക്കിലൂടെ അവൾക്ക് കറേജ്, കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. അവളുടെ അമ്മയുടെ ബ്രോസിലുള്ള റിങ്കിൾസ് അവൾക്ക് ഇല്ലാതാക്കാൻ പറ്റുന്നുണ്ട്, പെയിൻഫുൾ റിങ്കിൾസ്. അതുപോലെ അവൾക്ക് ആ ഒരു സ്ട്രീറ്റ് ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ആളുകളുടെ മനസ്സിലുള്ള അഴുക്കുകളും ഇല്ലാതാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ.